ഫ്രണ്ട്സ്, വെൽക്കം ടു ചിന്നൂസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു വീഡിയോ എൻ്റെ മനസ്സിലേക്ക് വന്നത് കേട്ടോ. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സിമ്പിളായിട്ടുള്ള വീഡിയോ ഇടണം. അതാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഒരു കഴിഞ്ഞതിൽ പറഞ്ഞത് ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസ്, ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു നെയിം ക്രാഫ്റ്റിംഗ് ചെയ്യേക്കരും. പിന്നെ ആരും കമൻറ്റ് ചെയ്യാൻ ഇടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കാണുക. പിന്നെ നമ്മളൊരു ബുക്ക് മാർക്കാണ് ഇവിടെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമല്ല യൂസ് ചെയ്യുക എന്ന് ഞാൻ മറ്റേ ഭാഗം തന്നെയാണ് യൂസ് ചെയ്തിട്ട്. പിന്നെ ആ ബട്ടർഫ്ലൈൻ്റെ ഒരു ഇത് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ചിറക് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക ഗൈസ്. പിന്നെ ഞാൻ ഈ കളർ ചെയ്യണത് ഇതിൽ ഫുള്ളായിട്ട് കാണിച്ചിരുന്നു, പക്ഷേ എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് ചാർജ് കഴിഞ്ഞു ഗൈസ്, അതുകൊണ്ടായിരുന്നു പിന്നെ വീഡിയോ വരായിരുന്നത്. ഞാനിത് ഫുള്ള് പൊട്ടത്തെറ്റായിരുന്നു ഗൈസ് ഞാൻ കളർ കൊടുത്തത്. കാരണം ഒന്നിൽ ബ്ലാക്കും ഓറഞ്ചും ആയിരുന്നു, പിന്നെ ഒന്നിൽ ബ്ലാക്കും ബ്രൗണും ആയി ഗൈസ്. അപ്പോൾ അങ്ങനെ ആകെ ഇതായിരുന്നു. ഇത് നല്ല വെറൈറ്റി ആയിട്ടില്ലേ? ഇത് വെറൈറ്റി ആയതല്ല, ചെറുതായിട്ടൊന്ന് പാളിയതാണ് ഗൈസ്. പിന്നെ ഇത് ബുക്ക് മാർക്ക് മാത്രമല്ല കേട്ടോ, ഇതൊരു ഗിഫ്റ്റ് ഐഡിയ ആയിട്ടും യൂസ് ചെയ്യാം. ഒന്ന് കണ്ടോ, ഇനി ഇത് തുറക്കുമ്പോൾ കണ്ടോ കേട്ടോ ഗൈസ്, ഇത് കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.